ഹലോ കൂട്ടുകാരെ, ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിനും ഒരുപോലെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി കിഴങ്ങേറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ്. അത് നമുക്ക് നീളത്തിലോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ കിഴങ്ങേറി ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കാതെ വല്ലപ്പോഴും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ നമ്മളിതാ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. തക്കാളിയുടെ ഞാനിപ്പോൾ ഇവിടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന തക്കാളിക്ക് പുളിയുള്ളത് കൊണ്ടാണ് പകുതി എടുത്തിരിക്കുന്നത്. പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ ഒരെണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിലാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കിത് വെള്ള കളറിലാണ് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി അതേപാടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് 3 വിസിലടിച്ചതിന് ശേഷം ഫുൾ എയർ പോയതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചട്ടി ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക, ഉണക്കമുളക് ഇടുക. പിന്നെ വേണ്ടത് കുറച്ച് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കടുകിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും കൂടി എണ്ണത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് കുറുകി വന്നാൽ മതി. കിഴങ്ങൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.